ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡാക്കി മാറ്റാൻ ഇതിനോടകം നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലേ? ഇന്ന് 30 ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണിയിൽ 17ാമത്തെ ദിവസം. ഇന്ന് നമ്മൾ നന്ദിപൂർവ്വം ഓർക്കുന്നത് നമ്മുടെ പാസ്റ്റ് ലെസൺസ് ആണ്. നമ്മുടെ പഴയ കാലങ്ങൾ, നമ്മൾ പഴയ കാലങ്ങളിൽ നിന്ന് പഠിച്ച അനുഭവങ്ങൾ, അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠങ്ങൾ, ഇവയെല്ലാമാണ് നമ്മൾ ഓർക്കുന്നത് കേട്ടോ. ലെസൺസ് ഫ്രം മൈ പാസ്റ്റ്. Mistakes taught me, challenges strengthened me, pain changed me, experiences shaped me, lessons made me better. എല്ലാം ശരിയാവണമെന്നില്ല. ചിലർക്ക് എല്ലാം ശരിയാവും, ചിലർക്ക് ഇറ്റ് ടേക്സ് ടൈം. മൈ പാസ്റ്റ് പ്രിപ്പയർഡ് മീ ഫോർ മൈ ബെറ്റർ ഫ്യൂച്ചർ. പഴയ അനുഭവ പാഠങ്ങൾ ഇന്നത്തെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡായിട്ട് നമ്മൾ എടുക്കുകയാണ്. ഫ്യൂച്ചർ ഗ്രോത്ത്. ആ ഗ്രാറ്റിറ്റ്യൂഡ് ഫ്യൂച്ചർ ഗ്രോത്തിലേക്ക് നമ്മളെ ലീഡ് ചെയ്യും. വി ആർ ഗ്രേറ്റ്ഫുൾ, വി ആർ താങ്ക്ഫുൾ, വി ആർ വൈസർ ആൻഡ് വി ആർ സ്ട്രോങ്ങർ. അപ്പം നമ്മൾ നമ്മുടെ പാസ്റ്റിൽ കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? കുറേ അനുഭവങ്ങൾ. ഇപ്പോൾ ഒരു 60 വയസ്സായിട്ടുള്ള ആൾക്ക്, അല്ലെങ്കിൽ 70 വയസ്സായ ആൾക്ക്, 80 വയസ്സായ ആൾക്ക്, 90 വയസ്സായ ആൾക്ക് ധാരാളം അനുഭവങ്ങളുണ്ടാവും. ഓരോ അനുഭവങ്ങളിൽ നിന്നും ഡേ ബൈ ഡേ മനുഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡേ ബൈ ഡേ മാത്രമല്ല, ഓരോ മിനിറ്റിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളുടെ ഓരോ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ എവറി ഡേ നമ്മൾ ഫാമിലി ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങൾ, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ലെസൺസ്, നമ്മുടെ പ്രാക്ടിക്കബിലിറ്റി, ഇതെല്ലാം നമുക്ക് ഒരു തരത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഒന്നില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാൻ, അല്ലെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും നല്ല നിമിഷങ്ങളാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ റീക്രിയേറ്റ് ദാറ്റ് ഹാപ്പി മൊമെൻറ്റ്സ് അല്ലേ? ചിലപ്പോഴൊക്കെ നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് അഭിനയിക്കേണ്ടി വരും. ചിലപ്പോഴൊക്കെ നമ്മൾ ഓവർ പോസിറ്റിവിറ്റി അഭിനയിക്കേണ്ടി വരും, അല്ലെങ്കിൽ നിലനിൽപ്പില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിച്ചു. വി ആർ ജസ്റ്റ് പ്രിറ്റൻഡിങ് വി ആർ പോസിറ്റീവ് എന്നുള്ളത്. കറക്റ്റ്. അതുപോലെ തന്നെ പാസ്റ്റിലെ ഓരോ ലെസൺസും നമ്മളുടെ സ്വഭാവം തന്നെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ് എന്തൊക്കെയാണ് ലൈഫ് ലെസൺസ് ചോദിച്ചാൽ, ആൾ ചിലപ്പോൾ ഒരു 10 വയസ്സ് തൊട്ടുള്ള കാര്യങ്ങൾ ഓർമ്മിച്ച് പറയും. 10 വയസ്സ് തൊട്ട് ഞാനിങ്ങനെയാണ് എൻ്റെ ലൈഫ് ബിൽഡ് ചെയ്തത്. ഇപ്പോൾ ഒരു നാര് കൊണ്ട് ഓരോ നാരുകൾ ചേർത്ത് വെച്ച് ഒരു കിളി കൂടുണ്ടാക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെയാണ് ഓരോ അനുഭവ പാഠങ്ങളും നമ്മുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സേ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും. നമുക്ക് നന്ദി പറയാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് എടുക്കാം. ചിലവർക്ക് പാസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിരിക്കും, ചിലർക്ക് ചലഞ്ചസും സ്ട്രഗിൾസും ഉണ്ടായിരിക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാസ്റ്റ് ഉള്ള ആൾക്കാർ ബ്ലെസ്ഡ് ആണ് അല്ലേ? ചില ചലഞ്ചസും പാസ്റ്റ് എക്സ്പീരിയൻസും നമ്മളെ ക്വസ്റ്റനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ, സോ വി ഹാവ് മോർ സ്ട്രോങ്ങർ ദാൻ ബിഫോർ അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായത് എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇങ്ങനെ ഒരാളാക്കി മാറ്റാൻ അത്തരം ലെസൺസ്, അത്തരം പാഠങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് നമുക്ക് സ്ട്രോങ് ആയി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്നലത്തെ പാഠം തന്നെയല്ലേ അത് നമ്മളെ സഹായിച്ചത്? കാരണം ഇന്ന് നമ്മൾ വിചാരിക്കും ഇന്ന് എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ, അപ്പോൾ അയാൾ ആണ് എന്നെ കേൾക്കുന്നതെങ്കിൽ വിചാരിക്കും എൻ്റെ പാസ്റ്റ് ലെസൺസ് ശരിയാണ്, എന്നെ മോർ വൈസർ ആക്കിയിട്ടുണ്ട്, എന്നെ കൂടുതലായിട്ട് സ്ട്രോങ്ങർ ആക്കിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുക അല്ലേ? ഇനിയിപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ, ഓ ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ സ്ട്രഗിള്, ബാക്കി ചുറ്റുമുള്ള ആൾക്കാരൊക്കെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുകയാണല്ലോ, ഇങ്ങനെയെല്ലാം തോന്നുന്നുണ്ടാവും. പക്ഷേ ആ സ്ട്രഗിളിങ് ഫേസിൽ കൂടി നമ്മൾ കുറേ ലെസൺസ് പഠിക്കുന്നുണ്ട്. ആ ലെസൺസ് എല്ലാം നമുക്ക് നന്ദിപൂർവ്വം ഇന്ന് ഓർത്തെടുക്കാം. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ ലെസൺസ് ഓഫ് മൈ പാസ്റ്റ്. ദേ ഹാവ് ഹെൽപ്പ് മീ ടു ഷേപ്പ് മൈ ഫ്യൂച്ചർ. ഓക്കെ, എൻ്റെ പാസ്റ്റ് ലെസൺസിനോട് ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. They have helped me to grow, become wiser and move forward with confidence. പലപ്പോഴും നമുക്ക് കോൺഫിഡൻസ് ഇല്ലാണ്ട് തോന്നുന്ന സന്ദർഭങ്ങളുണ്ടാവും. അത്തരം സന്ദർഭങ്ങളിൽ കൂടെ നമ്മൾക്ക് കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ നമ്മളെ നമ്മുടെ ലൈഫ് ലെസൺസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും
പുതിയ പുതിയ സ്ഥലങ്ങൾ തേടി പോകുമ്പോഴും ഈ ലൈഫ് ലെസൺസ് ആണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളങ്ങനെ സപ്പോസ് ചെയ്തിട്ട് നമ്മൾ മൈഗ്രേഷനൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ അല്ലേ. പക്ഷെ ആ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാർ കൂടുതൽ ലെസൺസ് പഠിക്കുന്നുണ്ടാവില്ലേ. അവരുടെ ഉം, അവരുടെ സ്ഥിരം ഉള്ള ഒരു ഹാബിറ്റാറ്റിൽ നിന്ന് മാറി ഒരു പുതിയൊരു എൻവയോൺമെൻ്റ് ആയിട്ട് ചലഞ്ചസ് ഉണ്ടാവും ഫേസ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന എത്രയോ ആളുകളുണ്ട്. സോ നമ്മൾ വിചാരിക്കും, ഓ അവൻ അവിടെ പോയി സെറ്റിലായി, അവൾ അവിടെ പോയി സെറ്റിലായി ആൻഡ് എവറിത്തിങ് ഈസ് ഹാപ്പി എൻഡിങ്, ഹാപ്പിലി എവർ ആഫ്റ്റർ അല്ലേ. ഹാപ്പിലി എവർ ആഫ്റ്റർ ആവുന്നതിന് മുമ്പ് ദേ ഓൾ ഹാവ് എ പാസ്റ്റ്. ഇന്ന് ഞാൻ എൻ്റെ ഭൂതകാലത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾക്കായി ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ജീവിതത്തിലെ ഓരോ അനുഭവവും സന്തോഷകരമായതോ പ്രയാസകരമായതോ ആയാലും എനിക്ക് വിലപ്പെട്ട എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഭൂതകാലം എന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്, ശക്തനാക്കിയിട്ടുണ്ട്, ഇന്നുള്ള വ്യക്തിയായി എന്നെ മാറ്റിയിട്ടുണ്ട്. ഞാൻ ചെയ്ത തെറ്റുകൾക്കായി, അതിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങൾക്കായി നന്ദിയുള്ളവനാണ്. കാരണം അവ എന്നെ ജ്ഞാനവും വിവേകവും പഠിപ്പിച്ചു. ഞാൻ നേരിട്ട വെല്ലുവിളികൾക്കായി ഞാൻ നന്ദിയുള്ളവനാണ്. കാരണം അവ എൻ്റെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയാൻ സഹായിച്ചു. നിരാശാജനകമായ നിമിഷങ്ങൾ പോലും എന്നെ വളരാനും മുന്നോട്ടു പോകാനും പ്രേരിപ്പിച്ചു. എൻ്റെ ഭൂതകാലത്തെ ഞാൻ പശ്ചാത്താപിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട പാഠങ്ങളുടെ ശേഖരമാണ്. വിജയങ്ങൾ എന്നെ ആത്മവിശ്വാസം പഠിപ്പിച്ചപ്പോൾ പരാജയങ്ങൾ ക്ഷമയും സഹനവും പഠിപ്പിച്ചു. ഓരോ അനുഭവവും എന്നെ കൂടുതൽ കരുത്തുറ്റവനും പക്വതയുള്ളവനുമാക്കി. ഇന്ന് ഞാൻ എൻ്റെ ഭൂതകാലത്തെ വിമർശിക്കാതെ നന്ദിയോടെ സ്വീകരിക്കുന്നു. നല്ലതും മോശവുമായ എല്ലാ അനുഭവങ്ങൾക്കും എൻ്റെ വളർച്ചയിൽ പങ്കുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അവ പഠിപ്പിച്ച പാഠങ്ങൾ ഇന്നും എൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടികളാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും, എന്താ എനിക്ക് മാത്രം ഇങ്ങനെയല്ലേ. പക്ഷേ ഓരോ അനുഭവങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് വ്യത്യസ്തങ്ങളായ പാഠങ്ങളാണ്. ഇന്നത്തെ റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. വാട്ട് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ ലെസൺ ഐ ഹാവ് ലേൺഡ് ഇൻ ലൈഫ്? ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും വാല്യുബിളായിട്ട് ഏറ്റവും മൂല്യമുള്ള എന്ത് പാഠമാണ് പഠിച്ചിട്ടുള്ളത്? ഹൗ ഹാവ് മൈ പാസ്റ്റ് എക്സ്പീരിയൻസസ് ഹെൽപ്പ് മീ ടു ഗ്രോ? എങ്ങനെയാണ് എൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്നെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? വാട്ട് ലെസൺസ് ഫ്രം മൈ പാസ്റ്റ് സ്റ്റിൽ ഗൈഡ്സ് മീ ടുഡേ? എൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്നെ ഇപ്പോഴും ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം ഒന്ന് ചിന്തിക്കണേ. നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാന്ന് വയ്ക്കും, പെട്ടെന്ന് പിണങ്ങുന്നുണ്ട്. നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ആൻഡ് വി ഹാവ് ലേൺ ദ ലെസൺ. ആൾ ഭയങ്കര സെൻസിറ്റീവാണ്. ആളോട് പെരുമാറുമ്പോൾ നമ്മൾ കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള ആളുകളോട് പെരുമാറുമ്പോൾ പാലിക്കേണ്ട ചില കാര്യങ്ങൾ പാലിക്കണം എന്ന് മനസ്സിലാക്കണം. ചില ആളുകൾ പെട്ടെന്ന് ദേഷ്യം വരുമല്ലേ റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ആ ആങ്കർ കൺട്രോളിങ് ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ആളെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറയാണ്ടിരിക്കുക മാക്സിമം. അത് വെച്ച് ഇമോഷൻ സപ്രസ് ചെയ്യുക എന്നുള്ളതല്ല. ചില ആളുകളുണ്ട്, എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഡേ ടു ഡേ നമ്മൾ ഒരാളായിട്ട് പെരുമാറേണ്ടി വരികയാണ്. ഇദ്ദേഹം എപ്പോഴും ചിലപ്പോൾ ആൾ തന്നെ ടോട്ടലി നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നതായിരിക്കാം, നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നിട്ടുണ്ടാവാം. എന്നിട്ടും നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളെല്ലാം നെഗറ്റീവാണെന്ന് പറഞ്ഞ് അങ്ങനെ സ്ഥാപിക്കും, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യും. അത്തരം ആളുകളുണ്ടാവില്ലേ ലൈഫിൽ. ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണറാവാം, ചിലപ്പോൾ നമ്മളുടെ മാതാപിതാക്കളാവാം. അങ്ങനെയുണ്ട്. മാതാപിതാക്കളുടെ ചില കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ല. അപ്പോൾ ലെസൺസ് നമ്മൾ പാസ്റ്റിൽ നിന്ന് പഠിക്കുകയാണ്. നമ്മൾ മുതിർന്നു കഴിഞ്ഞു, നമ്മൾ അഡൽട്ട്ഹുഡായി, എന്നിട്ട് ചില സമയത്ത് പാരൻസ് നമ്മളെ കൺട്രോൾ ചെയ്യും. അപ്പോൾ നമ്മളെന്താ ആ പാസ്റ്റിൽ നിന്ന് പഠിക്കണം. നമ്മൾ ഓക്കെ, നമ്മുടെ പാരൻസ് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി നമ്മളങ്ങനെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് പെരുമാറുന്നതുകൊണ്ടും കുഴപ്പമില്ല. ടുഡേസ് ഗ്രാറ്റിറ്റ്യൂഡ് കോഡ്: യുവർ പാസ്റ്റ് വാസ് നോട്ട് എ മിസ്റ്റേക്ക്, ഇറ്റ് വാസ് എ ക്ലാസ് റൂം ദാറ്റ് പ്രിപ്പയർഡ് യു ഫോർ യുവർ ഫ്യൂച്ചർ. ഞാനിത് റിലേഷൻഷിപ്പിൽ പറഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ചില പ്രൊജക്റ്റുകളൊക്കെ എടുത്തിട്ട് ചിലതൊന്നും സക്സസ് ആയില്ല. സോ വി ആർ ലേണിംഗ് ഫ്രം ദ മിസ്റ്റേക്ക് ആൻഡ് വി ആർ മൂവിങ് ഓൺ. ആ പ്രൊജക്റ്റ് അങ്ങനെ ചെയ്താൽ ശരിയായില്ല, ഒരു പവർ പോയിന്റ് ചെയ്തു ശരിയായില്ല. സോ ഐ എം ലേണിംഗ് ഫ്രം ദ മിസ്റ്റേക്ക്, ഐ എം
ജസ്റ്റ് മേക്കിംഗ് ഗുഡ് പവർ പോയിന്റ് നെക്സ്റ്റ് ടൈം. അങ്ങനെയാവും അല്ലേ? ഞാനിപ്പോൾ ഈ യൂട്യൂബിൻ്റെ പവർ പോയിന്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സംടൈംസ് ദ വോയിസ് ബിക്കം ലോവർ, സംടൈംസ് വോയിസ് ബിക്കം ഹയർ, ഓർ വാട്ട് വി സേ വോയിസ് സിങ്ക് ആവില്ല. അപ്പോൾ ഫുൾ പവർ പോയിന്റ് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ചിലപ്പോൾ 10 മിനിറ്റ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവാം. അത്രയും എഫേർട്ട് ഞാൻ എടുത്തത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ റീ റെക്കോർഡ് ചെയ്യും. സോ ഐ എം ലേണിംഗ് ഫ്രം ദ പാസ്റ്റ് മിസ്റ്റേക്ക്. എൻ്റെ പാസ്റ്റ് മിസ്റ്റേക്കിൽ നിന്ന് ക്ലിയർ ആയിട്ട് ഞാൻ വീണ്ടും പഠിക്കണം. നമ്മുടെ ചില മിസ്റ്റേക്സ് ഫ്രണ്ട്സ് പറഞ്ഞു തരും അല്ലേ? സോ ദീസ് ആർ ദ ലെസൺസ്. നമുക്ക് ചിലപ്പോൾ അവരോട് ദേഷ്യം തോന്നും, ബട്ട് ദീസ് ആർ ദ ലെസൺസ് വാട്ട് വി ലേൺഡ്. സോ വി ഹാവ് ടു മൂവ് ഓൺ. നമുക്ക് ആ ലെസൺസ് പഠിച്ചിട്ട് അതിനോട് ഗ്രേറ്റ്ഫുൾ ആയിട്ട് വി ഹാവ് ടു മൂവ് ഓൺ. ഓക്കെ, നമുക്കൊരു ഫ്രണ്ട് ഉണ്ടായാലും അത് പറഞ്ഞുതരാൻ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യണം. നമുക്ക് ചിലപ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞു തരുമ്പോഴായിരിക്കും ഇവളെന്തിനാ എൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നു, അല്ലെങ്കിൽ ഇവൻ എന്തിനു നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു തോന്നുമല്ലേ? സോ ഫോർ അവർ ബെറ്റർമെൻറ്റ് ചിലപ്പോൾ പറഞ്ഞുതരും. ഇത് ചിലപ്പോൾ ഫുള്ളി വർക്കൗട്ട് ആവണമെന്നില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവരും മറ്റുള്ളവരുടെ നല്ലതിന് വേണ്ടി പറയണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ എപ്പോഴും ഒരാളെ വിശ്വസിക്കുന്നത് മതിയാക്കിയിട്ട് നമ്മൾക്ക് എന്താണ് കറക്റ്റ് എന്ന് തോന്നുന്നത് നമ്മൾ ചൂസ് ചെയ്യണം. പിന്നെ എല്ലാവരും മനുഷ്യരല്ല, എല്ലാവർക്കും മിസ്റ്റേക്സ് ഉണ്ടാകും. എല്ലാവർക്കും എല്ലായ്പ്പോഴും ഓണസ്റ്റ്, ട്രൂത്ത്ഫുൾ അല്ലെങ്കിൽ ലോയൽ അങ്ങനെയൊന്നും ആവാൻ പറ്റില്ല. സോ ലേൺ ഫ്രം ദ മിസ്റ്റേക്സ് ആൻഡ് ലേൺ ഫ്രം ദ പാസ്റ്റ്. എൻ്റെ ആ പാസ്റ്റിനോട് നന്ദി പറയാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് അയാളെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റിയെന്ന് വന്നിട്ടുണ്ടാവില്ല അല്ലേ? ഇതേപോലെയാണ് ഓരോ കാര്യങ്ങളും. നമുക്കിപ്പോൾ ഒരു എക്സാമിൻ്റെ റിസൾട്ട് വന്നു വന്നേക്കും, നമ്മൾ വിചാരിച്ച പെർസെൻറ്റേജ് കിട്ടിയിട്ടില്ല. സോ ലേൺ ഫ്രം ദാറ്റ് ആൻഡ് ട്രൈ ടു മേക്ക് മോർ സ്മാർട്ടർ ആൻഡ് വൈസർ വേസ് ടു സ്റ്റഡി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത എക്സാം പ്രിപ്പയർ ചെയ്യണം. സോ പാസ്റ്റ് ലെസൺസ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ മേക്കിംഗ് അസ് മോർ സ്ട്രോങ്ങർ. നമ്മളിപ്പോൾ ഫിലിം എടുക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരേ ഡയറക്ടർ എടുത്ത പഴയ ഫിലിമിനേക്കാളും കുറച്ചും കൂടി മെച്ചപ്പെട്ടതായിരിക്കും അയാളുടെ നെക്സ്റ്റ് ഫിലിം അല്ലേ? അതെന്തുകൊണ്ടാണ്? ആൾ ആ പാസ്റ്റ് മിസ്റ്റേക്കിൽ നിന്ന് അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് ന്യൂ ലെസൺസ് പഠിച്ചു. ഇനി ഒരു ആക്ടറിൻ്റെ തന്നെ ഇംപ്രൊവൈസേഷൻ ശ്രദ്ധിച്ചു നോക്കും. നമ്മളൊരു പെർട്ടിക്കുലർ ആക്ടറിനെ എടുത്തു നോക്കും, അദ്ദേഹത്തിൻ്റെ ഇംപ്രൊവൈസേഷൻ ശ്രദ്ധിച്ചു നോക്കും. ഓരോ ലെസൺസും ഓരോ എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തിട്ട് ആ ലെസൺസിനോട് ഗ്രേറ്റ്ഫുൾ ആയിരുന്നിട്ട് അദ്ദേഹം പുതിയ പ്രൊജക്റ്റിൽ കൂടുതൽ നല്ല ആക്ടിങ് കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ? സോ പാസ്റ്റ് ഇസ് പാസ്റ്റ് എന്ന് പറഞ്ഞ് തള്ളി കളയേണ്ടതല്ല. വി ഹാവ് ടു ബി ഗ്രേറ്റ്ഫുൾ. എൻ്റെ ഈ 40 വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് പല ആളുകളെക്കുറിച്ച് പഠിച്ചു, പല ഫേക്ക് പേഴ്സണാലിറ്റികളെ കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ പല ചലഞ്ചസ് ഫേസ് ചെയ്തു. അപ്പം നമ്മൾ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരാണ്. 1980s to 2026 എത്തി നിൽക്കുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. സോ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദ എക്സ്പീരിയൻസ്. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദ പാസ്റ്റ് ലെസൺസ് വാട്ട് ഷേപ്ഡ് മീ വാട്ട് ഐ ആം ടുഡേ. ഇന്നത്തെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ റിവ്യൂ ചെയ്യാനും അതിൽ നിന്ന് എങ്ങനെ മൂവ് ഓൺ ചെയ്യണം, സോ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ മനസ്സിലാക്കി ഓരോ മൗനത്തിൽ നിന്നും വായിച്ചെടുക്കേണ്ട വാക്കുകൾ മനസ്സിലാക്കി. ചിലർ കോപിക്കും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ സ്നേഹം ഉണ്ടാവും. പക്ഷെ എല്ലാ കോപത്തിലും സ്നേഹമൊന്നും ഉണ്ടാവില്ല കേട്ടോ. സോ ദാറ്റ് ഈസ് ഓൾസോ ലെസൺ. തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് തിരിച്ചറിയാൻ കഴിയണം ഓരോ മനുഷ്യനെയും, അയാളുടെ വികാരങ്ങളെയും. അതൊക്കെ എന്താ പറയുക, ചില സമയത്ത് നമുക്ക് പറ്റില്ല. ഇമോഷൻസ് അപ്രസ് ചെയ്യാൻ ആരും പറഞ്ഞിട്ടില്ല. ഞാനിനി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് പോസിറ്റിവിറ്റി. ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു അറിയില്ല. വാട്ട് ആർ ദ ഇമ്പാക്ട്സ് ഓഫ് ഓവർ പോസിറ്റിവിറ്റി. ഓവർ പോസിറ്റിവിറ്റിയുടെ ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളത് ഞാൻ വേഗം തന്നെ ഒരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിലുള്ള അഭിപ്രായം എന്താണ്? ഓവർ പോസിറ്റിവിറ്റി, ഓവറായിട്ട് പോസിറ്റീവായിരിക്കാം. നമ്മൾ പോസിറ്റീവായിരിക്കണം, കറക്റ്റ്. പക്ഷെ ഓവർ പോസിറ്റിവിറ്റി നമുക്ക് ടോക്സിസിറ്റി ആവുണ്ടോ എന്ന് ചില സംശയമുണ്ട്. ഉണ്ടോ? എനിക്കത് ചില സംശയം തോന്നാറുണ്ട് പാസ്റ്റ് എക്സ്പീരിയൻസിനും. കാരണം പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ദെയർ ആർ ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. ഇപ്പം എൻ്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് തന്നെ നോക്കുമ്പോൾ
നമുക്ക് കുറേ കാര്യങ്ങളൊന്നും ഓർമ്മിക്കാൻ പറ്റില്ല. പക്ഷേ ചിലതൊക്കെ എനിക്ക് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ട്. എനിക്കിപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്ന ചിലപ്പോൾ 3 വയസ്സ് തൊട്ടുള്ളതൊന്നും എനിക്ക് ഓർക്കാൻ പറ്റില്ല. 3-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഓർക്കാൻ പറ്റും. അതിൽ നിന്ന് പക്ഷേ അതിൽ നിന്നൊരു ലെസൺ ഉൾക്കൊണ്ടു എന്ന് പറയാൻ മാത്രം ഞാൻ അത്ര ഭയങ്കര ഓർമ്മിച്ചെടുക്കുന്ന ഒരു വ്യക്തി ആ സമയത്ത് ഓർമ്മയില്ല. ഇനിയൊരു 8, 9, 10th എക്സ്പീരിയൻസ് അതെല്ലാം നമുക്ക് ഓർക്കാൻ പറ്റും. നമ്മളുടെ അടുത്ത് പല ടീച്ചേഴ്സ് പെരുമാറിയത്. ചില ടീച്ചേഴ്സൊക്കെ ഭയങ്കര ആത്മാർത്ഥതയോട് കൂടി പെരുമാറിയിട്ടുണ്ട് കേട്ടോ. ചിലർ നമ്മളെ കുറേ ഹാൻഡ് റൈറ്റിംഗ് ശരിയാക്കാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ട് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോസിറ്റിവിറ്റി മാത്രമല്ല, ചില ടീച്ചേഴ്സ് ഭയങ്കര ദേഷ്യമായിരുന്നു എപ്പോഴും. ഐ ഫീൽ ലൈക്ക് ദാറ്റ്. എസ്പെഷ്യലി മാത്സ് ടീച്ചേഴ്സ് വരുമ്പോഴേക്കും നമുക്ക് പേടിയാവില്ലേ പുസ്തകം എടുക്കുമ്പോഴേക്കും. അപ്പോൾ നമ്മളപ്പോൾ ലെസൺ ലേൺ ചെയ്യുക എന്താ 11th and 12th വന്നപ്പോൾ ഈ മാത്സ് ടീച്ചറും ഇങ്ങനെയായിരിക്കും എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മാത്സ് ഇക്വേഷൻസ് ഒക്കെ തെറ്റിച്ചപ്പം മുട്ടുകുത്തിയിരുന്നിട്ട് 125 ടൈംസ് ഇമ്പോസിഷൻ എഴുതി മാത്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആ ഇക്വേഷൻ. ഇപ്പം ഞാൻ എൻ്റെ ഫർദർ ജേർണിയിൽ മാത്സ് ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ മാത്സിൽ നല്ല മാർക്ക് കിട്ടാൻ ചിലപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേ ബാക്ക് ചെയ്ത് ഈ ഒരു ആ ഒരു എന്താ പറയുക പണിഷ്മെൻറ്റ്, ഞങ്ങളൊരു 3-4 കുട്ടികളുണ്ടാവും ഈ ഇക്വേഷൻ തെറ്റിച്ചത്. ഇവരെല്ലാവരും മുട്ടുകുത്തി നിന്നിട്ട് 125 പ്രാവശ്യം എഴുതണം. എഴുതി കഴിഞ്ഞാൽ പോവാട്ടോ, അത് അലൗഡാണ്. പക്ഷെ എഴുതണമായിരുന്നു. അന്നത്തെ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻറ്റ് പണിഷ്മെൻ്റ് ഒക്കെ അല്ലേ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം ഐ ഡോണ്ട് തിങ്ക് ടീച്ചേഴ്സ് ആർ ഡൂയിങ് അങ്ങനെ ഒരു ലെസൺസ്. ചിലപ്പോൾ വേണമെങ്കിൽ ഇമ്പോഷൻ വീട്ടിൽ നിന്ന് എഴുതി പറയുന്നുണ്ടാവാം, എനിക്കറിയില്ല. ആസ് എ ടീച്ചർ ഐ ലേൺഡ് എ ലെസൺ. ഞാനിങ്ങനെ പണിഷ്മെൻ്റ് ഒന്നും കുട്ടികൾക്ക് കൊടുക്കില്ല എന്നുള്ളത്. പിന്നെ ഞാൻ വർക്ക് ചെയ്ത സാഹചര്യത്തിൽ അത് അലൗഡും അല്ലായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ ഈ പണിഷ്മെൻറ്റിനോടൊന്നും കൂടുതൽ പോസിറ്റീവായിട്ടുള്ളൊരു ഇത് കൊടുക്കുന്ന ആളല്ല. നമ്മൾ വാക്കുകൾ കൊണ്ട് കറക്റ്റ് ചെയ്യാം, കുട്ടികളെ വാക്കുകൾ ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാം. പക്ഷേ എനിക്ക് കുറേ എന്താ പറയുക സപ്രസീവ് ഇമോഷൻസ് ഉണ്ടായിട്ടുണ്ട് ഈ പണിഷ്മെൻറ്റിലൂടെ കടന്നു പോകുമ്പോൾ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ പേർക്കും എൻ്റെ ഏജിലുള്ള ആൾക്കാരാണെങ്കിൽ എസ്പെഷ്യലി മനസ്സിലാവും പണ്ടത്തെ എന്തൊക്കെയാണ് അടികൾ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ട്യൂഷൻ ക്ലാസ്സിൽ പോകുമ്പോഴായാലും അടിയോട് അടി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ലെസൺസാണ്. ചിലപ്പോൾ എൻ്റെ വെക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാൻ ഞങ്ങൾക്ക് ട്യൂഷനൊക്കെ പഠിക്കുമ്പോൾ നല്ല അടി കിട്ടിയിട്ടുണ്ട്. അപ്പം ട്യൂഷന് പോയിരിക്കുമ്പോൾ ഇംഗ്ലീഷ് വെക്കാബുലറി നമ്മൾ അറ്റ് എ ടൈം ഒരു 20 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 20 വെക്കാബുലറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം തെറ്റി ഒരടി, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ നൗ ഐ തിങ്ക് വൈ ദിസ് ഓൾ ഐ ഹാവ് ടു സഫർ എന്നുള്ളത്. അങ്ങനെ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ പാസ്റ്റ് ലെസൺസ് ഓക്കെ വി ഹാവ് ടു ഫോർഗെറ്റ് ഇറ്റ്. ബട്ട് ചിലപ്പോൾ നമ്മൾ ഈ മോട്ടിവേഷൻ സ്പീച്ച് കേൾക്കുമ്പോഴേ എനിക്ക് തോന്നും നിങ്ങൾ പോസിറ്റീവായിരിക്കണം, നിങ്ങൾ ഹാപ്പി ആയിരിക്കണം, നിങ്ങൾ അതായിരിക്കണം ഇതായിരിക്കണം അങ്ങനെയൊക്കെ പറയുമല്ലോ. പക്ഷേ ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് പോസിബിൾ ഓൾ ദ ടൈം 24/7 പോസിറ്റീവ് ആയിരിക്കാൻ പറ്റുമോ? ഐ ഡോണ്ട് നോ. ഐ എം ട്രൈയിങ്. ഞാനിപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാം പറയുന്നുണ്ട്, ലൈക്ക് വീഡിയോസ് എല്ലാം ചെയ്യുന്നുണ്ട്. ഐ ഓൾസോ യൂസ് ടു സേ ബി പോസിറ്റീവ്. ബട്ട് ആസ് എ ഹ്യൂമൻ ബീയിങ് വി ഹാവ് ഇമോഷൻസ്. ലെറ്റിംഗ് ഔട്ട് അവർ ഇമോഷൻസ് ഈസ് ഹ്യൂമൻ ക്യാരക്ടർ ഐ തിങ്ക്. സോ ലെറ്റിംഗ് ഔട്ട് ഈസ് നോട്ട് ലൈക്ക് ക്രൈയിങ് എന്നുള്ളതൊന്നും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കരയുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടാറില്ല, എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. സോ ബീയിങ് അലോൺ ആൻഡ് സപ്രസിങ് യുവർ ഇമോഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്. അതൊരു ലെസണാണ്. പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ പണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കവിത എഴുതാൻ പറ്റും, ഇതേപോലെ യൂട്യൂബ് ചെയ്യാൻ പറ്റും. യൂട്യൂബിൽ വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദർ ഇസ് നോ സൗണ്ട് ഓൾ അറൗണ്ട് റൈറ്റ്. അപ്പോൾ നമുക്ക് ആ ലെസൺസാണിത്. നമ്മൾ ആദ്യം വിചാരിക്കും ഈ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു വെളിച്ചം വെട്ടമൊന്നും ഇല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ, എവിടെയാണ് വെളിച്ചം എന്ന്. പക്ഷെ വെളിച്ചം നമ്മൾ തന്നെയാണ്. വി ആർ ദ ലൈറ്റ് ഈസ് വിത്തിൻ അസ് എന്ന് പറയാം. അപ്പോൾ എന്നെ നിങ്ങൾ എത്ര നേരം കേൾക്കുന്നൊന്നും എനിക്കറിയില്ല. ഐ ജസ്റ്റ് വാണ്ട് ടു ടോക്ക് വിത്ത് യു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു +2 വരെയുള്ള കാലഘട്ടം പറഞ്ഞു. ഇനി ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പാസ്റ്റ് ലെസൺസ് പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ
ആളെന്തായാലും എൻ്റെ വീഡിയോസ് ഒന്നും കാണാൻ ചാൻസ് ഇല്ല. സോ ഐ ക്യാൻ ടെൽ. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. കുറേ പോസിറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു മൂപ്പർക്ക്. പക്ഷെ എന്താ പ്രശ്നം ഉണ്ടായിച്ചാൽ, പ്രശ്നം എന്ന് വെച്ചാൽ ഐ വാസ് വെരി ഓപ്പൺ ഓൾ ദ ടൈം. അപ്പം ഞാൻ മാഗസിൻ എഡിറ്റർ ആയിരുന്നു. സോ ദാറ്റ് വാസ് മൈ വർക്ക്. അപ്പോൾ മാഗസിൻ വർക്ക് എന്ന് പറയുമ്പോൾ, എഡിറ്റർ എന്ന് പറയുമ്പോൾ എന്താ, കോളേജ് കോളേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് മാഗസിൻ. അപ്പോൾ നമ്മൾ കുട്ടികളുടെ ആർട്ടെല്ലാം കൊളേറ്റ് ചെയ്യുക, നമ്മളുടെ ആർട്ട് വർക്ക് കൊളേറ്റ് ചെയ്യുക, എല്ലാം കൂടി മാഗസിൻ ഉണ്ടാക്കും. ഉം. അങ്ങനെ മാഗസിൻ ഉണ്ടാക്കി, കവർ പേജ് വരച്ചു. അങ്ങനെ മാഗസിന് പേരിട്ടു എസെൻറ്റ് എന്ന് പറഞ്ഞിട്ട്, എസെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ശാസ്ത്രമാണ് പഠിച്ചത്. അപ്പം ആർട്ടും ലിറ്ററേച്ചറും പഠിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതൽ മാഗസിനൊക്കെ സമ്മാനം കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആ ഒരു മൊമെൻറ്റിൽ വാട്ട് ഹാപ്പൻ യുനോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ മാഗസിൻ സബ്മിഷന് പോവാണ് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് സബ്മിഷന് പോകുമ്പോൾ ഈ കുട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഈ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാനിത് ഓർത്തെടുത്ത് പറയുന്നതുകൊണ്ടാണ് ഇറ്റ് ടേക്സ് ടൈം. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു 200 പേജുള്ള മാഗസിനാണ്. എല്ലാ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയറിൽ എല്ലാ സ്റ്റുഡൻസിൻ്റെന്നും ആർട്ട് വർക്ക്, ലിറ്ററേച്ചർ, കഥ, കവിത ഇതെല്ലാം കൊളേറ്റ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയ മാഗസിനാണ്. സോ നിങ്ങൾ തന്നെ പറയൂ, ഞാൻ തന്നെയല്ലേ സബ്മിറ്റ് ചെയ്യേണ്ടത്, ബിക്കോസ് ഞാൻ എന്താണ് എഡിറ്റർ. അപ്പോൾ ഞാൻ സബ്മിഷന് പോയപ്പോൾ ഈ കുട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ കുട്ടി പറഞ്ഞു, ജിത ഞാനിത് പ്രിൻസിപ്പലിന് സബ്മിറ്റ് ചെയ്യട്ടെ ചോദിച്ചു. സോ ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, സോ ഐ കനോട്ട് ഡിനേ ദാറ്റ്. എനിക്കത് ഡിനേ ചെയ്യാൻ പറ്റില്ല. സോ ഐ ടോൾഡ് ഓക്കെ. പക്ഷെ മനസ്സോടെയാണ് ഞാൻ പറഞ്ഞത്, സബ്മിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. സോ ആള് ചെയ്ത വർക്ക് പോലെ ആളുടെ ഒരു കഥയോ മറ്റോ ഉണ്ട്, ആളത് എൻ്റെ നിന്ന് വാങ്ങി സബ്മിറ്റ് ചെയ്തു. സോ വാട്ട് ഐ ഹാവ് ലേൺ ദ ലെസൺ ഫ്രം ദെയർ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അപ്പുറത്ത് പോയിരുന്ന് കരഞ്ഞു, ആരും കാണാണ്ട്. ബിക്കോസ് ദാറ്റ് വാസ് മൈ വർക്ക്. ഐ എം ദ എഡിറ്റർ. എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ ടൈറ്റിൽ തൊട്ട് എൻ്റെ വരെ ഞാൻ തന്നെയാണ് അതിന് പ്രവർത്തിച്ചത്. സ്പ്രേ പെയിൻ്റൊക്കെ ചുറ്റും ചെയ്ത് ഹാൻഡ് റിട്ടൺ മാഗസിനായിരുന്നു. അതിൽ നിന്നൊരു ലെസൺ ലേൺ ചെയ്തത്, നമ്മൾ എത്ര ട്രൂ ഫ്രണ്ട്സ് ആയാലും, നമ്മുടെ എത്ര പോസിറ്റീവായിട്ട് നമ്മളെ കൂടെ കൊണ്ടുനടക്കുന്ന ആൾക്കാരായാലും, വി ഹാവ് ടു കീപ്പ് എ ബാരിയർ. നമ്മൾ ഒരു ബാരിയർ കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളൊരു വേലി, നമ്മളിങ്ങനെയാണ്, ഞാൻ സബ്മിറ്റ് ചെയ്യേണ്ട വർക്കാണ് എന്നുള്ളത് ആ കുട്ടി തിരിച്ചറിയേണ്ടായിരുന്നു. അതായത് ജിത സബ്മിറ്റ് ചെയ്യേണ്ട വർക്കാണെന്ന് ആ കുട്ടി തിരിച്ചറിയേണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഭാഗത്ത് തെറ്റുപറ്റി, ഞാനത് അലൗ ചെയ്യുകയും ചെയ്തു. യു ക്യാൻ ഡു ദാറ്റ് എന്നുള്ളത്. അതെൻ്റെ ഭാഗത്തുള്ള തെറ്റ്, ബിക്കോസ് ഇറ്റ് വാസ് മൈ വർക്ക്. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എന്തുണ്ടാ വെച്ചാൽ ഞങ്ങളുടെ മാഗസിന് തേർഡ്. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ മാഗസിന് അങ്ങനെ ആരും എഫേർട്ട് എടുക്കാറില്ല. ഞങ്ങൾ സയൻസ് പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രാക്ടിക്കൽസ് ഉണ്ട്, ഞങ്ങൾക്ക് സമയം ഉണ്ടാവാറില്ല. അപ്പം ഒരു വെൽ നോൺ പബ്ലിഷേഴ്സിൻ്റെ അടുത്ത് കൊടുത്തിട്ടാണ് ആ മാഗസിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടായത്. അപ്പോൾ തേർഡ് കിട്ടിയപ്പോഴും എന്തുണ്ടായി, അപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഇത് അനൗൺസ് ചെയ്യുന്നത് വെച്ചാൽ ക്ലാസ്സിലല്ല അനൗൺസ് ചെയ്യുന്നത്, ഹോൾ കോളേജിൽ അനൗൺസ്മെൻറ്റ് വന്നു. The moment the announcement came, this friend, the particular friend, she stood up. മൂപ്പര് എണീറ്റ് വന്ന് ഓടി പുറത്ത് പോയി ഞങ്ങളുടെ ട്യൂട്ടറിനെ പോയി കെട്ടിപ്പിടിച്ച്, മാം വി ഗോട്ട് ദ പ്രൈസ്, ആസ് ഇഫ് ഷീ ഹാസ് ഡൺ എവറിഥിങ്. സോ ഞാനാരായി. ഓക്കെ. അപ്പോൾ ബൈ ഗോഡ്സ് ഗ്രേസ് ദ മാം നോസ് ദാറ്റ് ഐ ഹാവ് ഡൺ ഹോൾ തിങ്. പിന്നെ അറിയില്ല, ഓരോ കുട്ടികളുടെ ടീച്ചർമാർക്ക് അറിയാമല്ലോ അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട്. അപ്പം അവർ എൻ്റെ അടുത്ത് വന്ന് ജിത വെൽ ഡൺ എന്ന് പറഞ്ഞു. അപ്പം എനിക്കത് മതിയായിരുന്നു. പിന്നെ പ്രൈസ് എല്ലാം വാങ്ങിയത് ഞാൻ തന്നെയാണ്. പക്ഷെ ദ തിങ് ഈസ് ഐ ഷുഡൻ കീപ് ഹർ ദാറ്റ് മച്ച് ഇൻ ടു മൈ ലൈഫ്. അങ്ങനെ ഒരു കാര്യമുണ്ട് അല്ലേ. പല സമയത്ത് നമ്മളുടെ ഫ്രണ്ട്സും ഫാമിലിയിലും ഇങ്ങനെ കുറേ ആളുകളുണ്ടാവും. സോ വി ഹാവ് ടു ലേൺ ലെസൺ ഫ്രം ദം. അതൊരു പാസ്റ്റ് എക്സ്പീരിയൻസ്, നല്ലൊരു ലെസൺ ആണ്. സോ വി ഹാവ് ടു സേ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദാറ്റ് എക്സ്പീരിയൻസ് വി ഹാവ് ഗോൺ ത്രൂ. നല്ല എക്സ്പീരിയൻസുകൾ ഉണ്ടാവും, മോശം എക്സ്പീരിയൻസ് ഉണ്ടാവും. എല്ലാത്തിനോടും നന്ദിയോടെ ഓർക്കുക. വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി. ഇഷ്ടമുള്ളവർ കേൾക്കുക, ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ജിത. നാളെ പുതിയ ടോപ്പിക്കാണ്, വീണ്ടും കാണാം.